ഹായ് ഹലോ എല്ലാവർക്കും സുഖമല്ലേ? ടിപ്സ് ഓർ ഹാപ്പി ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ആനി യൂജിൻ. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ വിദേശത്തേക്കൊക്കെ കൊടുത്തുവിടാൻ പറ്റിയ രീതിയിലുള്ള ഒരു ഇറച്ചി അച്ചാറാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. അതായത് ഒരുപാട് ഗ്രേവി ഒന്നും വരാത്ത രീതിയിലാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയണ്ട, നേരെ വീഡിയോയിലേക്ക് പോവാം. അതിനു മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതേപോലെ തന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുകൂടി സെലക്ട് ചെയ്യാൻ മറക്കല്ലേ. നമ്മൾ ബീഫ് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് അത് വേവിച്ചെടുത്തതാണ്. വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിച്ചെടുത്തു. അതിനുശേഷം എണ്ണ ഒഴിച്ചു, അതിൽ കറിവേപ്പില ഇട്ട് ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മുടെ ബീഫ് കൂടി ഇട്ടിട്ട് വറുത്തെടുക്കുക. വളരെ എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്. ഇറച്ചി നമ്മൾ കുക്കറിലാണ് വേവിക്കുന്നതെങ്കിൽ ഒട്ടും വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇറച്ചി വറുത്ത് കോരി നമ്മളിവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. ഇങ്ങനെ പെറുക്കി തിന്നാൻ തന്നെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇറച്ചി വറുത്ത എണ്ണയിലേക്ക് തന്നെയാണ് നമ്മൾ കുറച്ച് നല്ലൊരു പിടി കറിവേപ്പില തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ 2 കിലോ കൂടുതൽ ഇറച്ചിയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നന്നായിട്ട് തന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അടുത്തതായിട്ട് മുറിച്ച് വെച്ചിരിക്കുന്ന ഉണക്കമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ എരിവിനനുസരിച്ച് പച്ചമുളക് കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ അടുത്തായിട്ട് നമ്മൾ വെളുത്തുള്ളി 2ആയിട്ട് മുറിച്ചത് ഒരു പിടി ചേർക്കുന്നുണ്ട്. അപ്പോൾ അത് അച്ചാറിൽ വരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഈ ഒരു വെളുത്തുള്ളി കഴിക്കാനായിട്ട്. നമുക്ക് അടുത്തതായിട്ട് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇഞ്ചി അല്പം കൂടുതൽ എടുക്കാം, അച്ചാറിന് നല്ല കൊഴുപ്പ് കിട്ടാനായിട്ട് അത് സഹായിക്കും. ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കുക, പക്ഷെ കരിഞ്ഞു പോകരുത്. അപ്പോൾ വഴന്ന് വന്നതിന് ശേഷം നമുക്ക് തീയൊക്കെ നല്ല കുറച്ച് വേണം ഇടാനായിട്ട്. മസാലപ്പൊടികൾ നമ്മൾ കുറച്ച് വിനാഗിരിയിൽ മിക്സ് ചെയ്തിട്ടാണ്, നാടൻ വിനാഗിരിയിൽ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ ഇതിൽ ചേർത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ മുളക് പൊടി, അതുപോലെ തന്നെ കാശ്മീരി മുളക് പൊടി, അല്പം പെരുംജീരകം പൊടി, അതേപോലെ തന്നെ മഞ്ഞൾപ്പൊടി, മസാലപ്പൊടി, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇങ്ങനെ മിക്സ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നന്നായിട്ട് തീ കുറച്ച് തന്നെ ചെയ്യുക. ഇനി നമുക്ക് വിനാഗിരി ചേർത്ത് കൊടുക്കാം. 1 കിലോ ഇറച്ചിക്ക് 1/2 ലിറ്റർ എന്ന കണക്കിനാണ് നമ്മൾ വിനാഗിരി ചേർത്ത് കൊടുക്കുന്നത്. കൂടുതൽ ഇറച്ചി എടുക്കുമ്പോൾ അതനുസരിച്ച് വിനാഗിരിയുടെ അളവിൽ വ്യത്യാസപ്പെടുത്താം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. നന്നായിട്ട് തിളച്ച് നല്ല ഭംഗിയിൽ വന്നിട്ടുണ്ടല്ലേ. അപ്പോൾ ഇനി നമ്മൾ ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്പം പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെ പഞ്ചസാര ചേർക്കാം. അപ്പോൾ വിനാഗിരിയുടെ ആ വീര്യവും മണവും ഒക്കെ ഒന്ന് കുറഞ്ഞു കിട്ടും. പിന്നെ അതുപോലെ തന്നെ ഒരല്പം ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ താളിക്കുന്ന സമയത്ത് കടുകും ഉലുവയൊക്കെ ഇട്ട് താളിച്ചിട്ടാണ് ചെയ്യണമെങ്കിൽ ഇപ്പോൾ ഈ ഉലുവാപ്പൊടിയുടെ ആവശ്യമില്ല. അപ്പോൾ ഉപ്പൊക്കെ നോക്കുക, കറക്റ്റ് പാകത്തിനായിട്ടുണ്ടോ നോക്കുക, ആവശ്യമുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. നമ്മൾ താളിച്ച സമയത്ത് ഒരല്പം ഉപ്പൊക്കെ ചേർത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ടേസ്റ്റൊക്കെ പെർഫെക്റ്റ് ആണ്. ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അച്ചാറൊന്ന് കുറുകിയൊക്കെ വരുന്ന സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് ഇറക്കി വെക്കാം. അതായത് ഇത് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് എടുത്ത് വെച്ചിട്ട് തണുക്കാനായിട്ട് വെക്കാം. നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ നമ്മൾ കുപ്പിയിലേക്ക് പകർത്താവുള്ളൂ. അപ്പോൾ അച്ചാർ ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് തീർച്ചയായും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കി പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യാവുന്ന ഒരു ഉഗ്രൻ ബിസിനസ്സാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഈ ഒരു അച്ചാർ നമ്മുടെ വീട്ടിലുണ്ടാക്കിയിട്ട് നമുക്ക് വളരെ ഇഷ്ടപ്പെട്ടു. സ്റ്റെഫിനും കൊടുത്തിടാൻ വേണ്ടി ഉണ്ടാക്കിയതാണ്. അവൻ്റെ ഫ്രണ്ട്സിനും എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു അച്ചാറാണ്. അപ്പോൾ തീർച്ചയായും നിങ്ങൾ ഉണ്ടാക്കി നോക്കൂ. എന്നിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇത് കഴിച്ച് നോക്കിയിട്ട്